ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും വരങ്ങളും ദൈവം നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. നമ്മളിൽ ദാനമുണ്ടോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? ദാനം എപ്പോഴും ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ജ്ഞാനമുള്ള വ്യക്തി, അറിവുള്ള വ്യക്തി, വിവേകമുള്ള വ്യക്തി, ബുദ്ധിയുള്ള വ്യക്തി എന്നൊക്കെ വിശേഷണങ്ങൾ നൽകപ്പെടുമ്പോൾ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുക. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഓരോ വ്യക്തിയിലും ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ പൂർണ്ണമായും നിറഞ്ഞു നിൽക്കും. ഫലം എന്ന് പറയുന്നത് ബന്ധങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. മാതാപിതാക്കന്മാരായുള്ള ബന്ധങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ, അധികാരികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ എല്ലാം ദൈവത്തിൻ്റെ ഫലങ്ങൾ നമ്മളിൽ കാണും. കാരണം ഒരു വ്യക്തിയുമായി നാം സംസാരിക്കുമ്പോൾ നമ്മൾക്കും ആ വ്യക്തിക്കും സന്തോഷം ലഭിക്കുകയും ആനന്ദം ലഭിക്കുകയും സമാധാനം ലഭിക്കുകയും ഉണ്ടെങ്കിൽ, സമാധാനം ലഭിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാം നമ്മളിൽ ആത്മാവിൻ്റെ ഫലം ഉണ്ട്. അതുകൊണ്ട് ബന്ധങ്ങളിലാണ് ഫലങ്ങൾ പ്രകടമാകുക. വരങ്ങൾ പ്രകടമാകുന്നത് നമ്മുടെ പ്രവർത്തന മേഖലകളിലാണ്. ദൈവം ഈ ഭൂമിയിൽ നന്മ ചെയ്യുവാനുള്ള താക്കോൽ നമ്മൾ ഓരോരുത്തരെയുമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നന്മ ചെയ്ത് മുന്നേറണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും വരങ്ങളും നമ്മളിൽ ഉണ്ടാകണം. സഭയെ പടുത്തുയർത്തുവാൻ തിരുസഭ നമ്മൾക്ക് നൽകിയിരിക്കുന്ന വരങ്ങൾ പൂർവാധികം ശക്തി പ്രാപിക്കുവാൻ വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. സഭാപ്രസംഗകൻ 10-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നു, മുനയില്ലാത്ത ഇരുമ്പ് അതിൻ്റെ മുന കൂട്ടണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇരുമ്പ് കൊണ്ടുള്ള ഏത് ആയുധമാണെങ്കിലും അതിന് മൂർച്ചയില്ലെങ്കിൽ, അതിന് മുനയില്ലെങ്കിൽ അത് നമ്മൾ മുന കൂട്ടണം. ഇല്ലെങ്കിൽ വളരെയേറെ ശക്തി പ്രയോഗിക്കേണ്ടതായി വരും. എങ്ങനെയാണ് നമ്മൾ മുന കൂട്ടുന്നത്? പ്രാർത്ഥനയും ഉപവാസവും വഴി, കൂദാശകൾ സ്വീകരണം വഴി നമ്മൾ മുന കൂട്ടണം. സ്നേഹമുള്ളവരെ, അതിനായി നമുക്ക് പരിശ്രമിക്കാം. അതിനായി നമ്മൾ ചിന്തിക്കണം, പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കും.